ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗോതമ്പ് പൊടി കൊണ്ട് ഒരു ബ്രെഡ് ഉണ്ടാക്കിയെടുത്തതാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്നതിന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ബ്രെഡ് ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് ഉണ്ടാക്കുന്നതിന് ഒരു 3 കപ്പ് ഗോതമ്പ് പൊടി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മൾ ബ്രൗൺ ഷുഗറാണ് ഉപയോഗിക്കുന്നത്. 3 മുട്ട ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. 1.5 കപ്പ് ചൂടുവെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഒരു തടിയുടെ സ്പൂൺ കൊണ്ട് കുഴയ്ക്കുന്നതാണ് നല്ലത്. നന്നായിട്ട് നമ്മളിത് കുഴച്ചെടുത്തിരിക്കുകയാണ്. ഇതൊന്ന് ഫെർമെൻറ്റ് ചെയ്ത് വരണം. അതിന് നമുക്കൊരു 1 മണിക്കൂർ ഈ മാവ് അടച്ചു വെക്കാം. നമുക്കിത് 1 മണിക്കൂർ നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. 1 മണിക്കൂറായി. നമുക്കിതൊന്ന് നോക്കാം. നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് മാവാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് നെയ്യൊക്കെ പുരട്ടി ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളൊരു സ്റ്റീമറിൻ്റെ തട്ടിലേക്കാണിത് പാത്രം വെച്ചിരിക്കുന്നത്. മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൈദ കൊണ്ട് നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കൂടുതൽ ഹെൽത്തി ഗോതമ്പ് പൊടി തന്നെയാണ്. നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് റൈസിൻസ് കൂടെ വെച്ച് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രെഡാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വളരെ നല്ലതാണ്. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇത് ഒരു 25 മിനിറ്റ് നമുക്കിത് ആവിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റായി. നമുക്കിതൊന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ് റെഡിയാക്കി എടുത്തിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.